വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതുപോലെ കറണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ പഠിച്ചിട്ട് വന്നേക്കാണ് അല്ലേ. അപ്പോൾ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയെ ബേസ് ചെയ്ത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും കുറേ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത് വെച്ചിട്ട് ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. What is the order of magnitude of the resistance of a dry human body? Okay, ഒരു ഡ്രൈ ഹ്യൂമൻ ബോഡിയുടെ റെസിസ്റ്റൻസിന് ഒരു ഹ്യൂമൻ ബോഡിക്ക് കണ്ടക്റ്റൻസും റെസിസ്റ്റൻസും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര എന്നാണ് ചോദിക്കുന്നത്. ആർക്കെങ്കിലും അറിയാമോ? ഓക്കെ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏകദേശം ഓർഡർ വരുന്നത് ഒരു 10⁴ ohm റേഞ്ചിലാണ് വരിക. ഓക്കെ, 10⁴ ohm റേഞ്ചിലാണ് വരിക. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സിൽവർ വയർ ഹാസ് എ റെസിസ്റ്റൻസ് 2.1 ohm at 27.5 degrees Celsius and a resistance of 2.7 ohm at 100 degrees Celsius. What is the temperature coefficient of resistivity of the silver? എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുകൂടി വായിച്ചു നോക്കുക ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്ന ഒരു സിൽവർ വയറാണ്. അതിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 2.1 ohm എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അത് ഏത് ടെമ്പറേച്ചറിലാണെന്നും തന്നിട്ടുണ്ട്. ആൻഡ് റെസിസ്റ്റൻസ്, പിന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അത് 100 ഡിഗ്രി സെൽഷ്യസിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യൽ ടെമ്പറേച്ചറും ഫൈനൽ ടെമ്പറേച്ചറും നമുക്കറിയാം. ആ ഇനീഷ്യൽ ടെമ്പറേച്ചറിൻ്റെ കേസിലെ റെസിസ്റ്റൻസും അറിയാം, ഫൈനൽ ടെമ്പറേച്ചറിൻ്റെ കേസിലെ റെസിസ്റ്റൻസും അറിയാം. Okay, what is the temperature coefficient of resistivity of silver? Temperature coefficient അത് നമ്മൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? അതെ, നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷൻ എന്തായിരുന്നു? ആ എക്സ്പ്രഷൻ എങ്ങനെയാണ് നമ്മൾ ഓർക്കുന്നത്? റോ ഈസ് ഇക്വൽ ടു അല്ലേ, റോ ഈസ് ഇക്വൽ ടു റോ നോട്ട് അല്ലേ, റോ 0 × 1 പ്ലസ് ആൽഫ ഇൻറ്റു T - T0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ആണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റിവിറ്റി വാല്യൂവിനെയാണ് റോ എന്ന് പറയുന്നത്. അതിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ, അതായത് തുടക്കത്തിലുള്ള ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റിവിറ്റി വാല്യൂ ആണ് റോ 0. പിന്നെ ആൽഫ എന്ന് പറയുന്നതാണ് അവിടുത്തെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആരാണ്? ആൽഫയാണ്. ഓക്കെ, അപ്പം നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആൽഫയെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ആൽഫയെ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും അല്ലേ. ആൽഫയെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് തന്നേക്കുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ആണ് തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ ഇക്വേഷനിലോട്ട് ഇടും? നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റോ L/A ആണ് അല്ലേ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ പറയുമ്പോഴത്തേക്കും എല്ലും എയും ഒന്നും മാറുന്നില്ല. എല്ലും എയും ഒന്നും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. അത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഡയമെൻഷൻ അല്ലേ. അപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ റെസിസ്റ്റിവിറ്റിക്ക് പകരം നമ്മളിവിടെ റെസിസ്റ്റൻസിനെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. റെസിസ്റ്റിവിറ്റിക്ക് പകരം നമ്മളവിടെ റെസിസ്റ്റൻസിനെ ഉപയോഗിച്ചാലും ഒരു പ്രശ്നവും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനെ നമുക്ക് എങ്ങനെയും എഴുതാം? R = R0 × 1 + T - T0 എന്ന് എഴുതാം. ഒരു കുഴപ്പമില്ല. ഓക്കെ, 1 - 1 × T - T0 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാനായിട്ട് സാധിക്കും അല്ലേ. അപ്പം നമുക്ക് ഇത്രയും കൊണ്ട് വായിച്ചിട്ട് ഈ ഇക്വേഷൻ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഓക്കെ, അപ്പോൾ R എന്ന് പറയുന്നത് എത്രയാണ്? ആദ്യം നമുക്ക് R0 എന്ന് തുടങ്ങാം അല്ലേ. R0 തന്നിട്ടുണ്ട്, T0 തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ റെസിസ്റ്റിവിറ്റി വാല്യൂ ആൽഫയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ആൽഫയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ R0 എന്ന് പറഞ്ഞാൽ എന്താണ്? 2.1 ohm ആണ് അല്ലേ. ഇനീഷ്യൽ റെസിസ്റ്റൻസ് ആണ്. ഇനീഷ്യൽ ടെമ്പറേച്ചർ 27.5 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.7 ohm ആണ്. അത് എത്ര? 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഉണ്ടാവുക. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് സിൽവർ? വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് സിൽവർ? അതായത് ഇതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, നമ്മൾ ഈ ഇക്വേഷനിൽ ഇതിട്ട് കൊടുക്കും. ആറിന് പകരം നമുക്ക് എന്ത് എഴുതാം? 2.7 എന്ന് എഴുതാം അല്ലേ. R0 വരെ നമുക്ക് എന്ത് എഴുതാം? 2.1 എഴുതാം. ഇനി 1 +
ആൽഫ ഇൻറ്റു ടിക്ക് പകരം എന്ത് എഴുതാം? ടി ഈസ് ഈക്വൽ ടു 100 മൈനസ് 27.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഇനി നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ ആൽഫയെ കണ്ടുപിടിക്കാൻ പറ്റും? ആൽഫ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ 2.1 അങ്ങോട്ടേക്ക് എടുക്കാം. സോ 2.7 by 2.1 ഓക്കെ is equal to alpha into 100 minus 27.5. ഓക്കെ 100 minus 27.5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 72.5 ആയിരിക്കും അല്ലേ? 72.5 ആയിരിക്കും കിട്ടുക. പ്ലസ് ഒരു 1 കൂടി ഇവിടെ ഉണ്ട്, പ്ലസ് ഒരു 1 കൂടി ഇവിടെ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആൽഫ കണ്ടുപിടിക്കാനായിട്ട്? സോ ആൽഫ ഈസ് ഈക്വൽ ടു 2.7 by 2.1 -1 ചെയ്യും അല്ലേ? ഈ 1 അപ്പുറത്തോട്ട് എടുക്കുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ 72.5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും കേട്ടോ. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വാല്യൂസ് ഒന്നും വരില്ല കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള വാല്യൂസേ വരുള്ളൂ. ഇങ്ങനെ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നാൽ നമ്മുടെ ടൈം പോകുന്നതൊന്നും അറിയില്ല. അപ്പോൾ ഈ കൺസെപ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഒരു നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻ കണ്ടതാണ്. സോ അങ്ങനെ നമ്മൾ അങ്ങനെ തന്നെ അത് എടുത്തതേ ഉള്ളൂ. PSC ലെവലിൽ നമ്മൾക്ക് ടൈം വളരെ കുറവാണ്. അപ്പോൾ അതിനകത്ത് വെച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസേ നമ്മളോട് ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും ഈ ഒരു കാൽക്കുലേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആൻസർ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഇതാണ് വരിക. 0.0039 എന്ന് പറയുന്നതായിരിക്കും നമുക്ക് കിട്ടുന്ന എന്ത് പറയുന്നത് കോഎഫിഷ്യന്റ്, ടെമ്പറേച്ചർ ഓഫ് കോഎഫിഷ്യന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്താണ്? പെർ ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസിലാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന യൂണിറ്റിലായിരിക്കും വരിക. 0.0039 എന്നായിരിക്കും വരിക. എല്ലാവരും ചെയ്ത് നോക്കിയാൽ മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട സാധനം എന്തേ? ഈ ഇക്വേഷനെ നമുക്ക് യൂസ് ചെയ്യുക ഇവിടെ എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയും ഒരു ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മൾ പഠിച്ച റെസിസ്റ്റിവിറ്റി വെച്ചിട്ടാണ്, അത് റെസിസ്റ്റൻസ് വെച്ചും നമുക്ക് എഴുതാം എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഇനി അടുത്തത്, അപ്പോൾ അതാണ് അതിന്റെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൊബിലിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ ഡാഷ്. മൊബിലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഒരു കണ്ടക്ടറിലേക്ക് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഇലക്ട്രോൺസ് ആക്സിലറേറ്റ് ചെയ്യും. അപ്പോൾ അവർ എത്രമാത്രം മൂവ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു മെഷർമെന്റ് ആണ് ഈ മൊബിലിറ്റി. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ മൂവ്മെന്റിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ അതാണ് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ. മൊബിലിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ. മൊബിലിറ്റി എന്ന് പറയുന്നത് ഏത് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതില്? യെസ്, ഈ ഇതാണ് മൊബിലിറ്റി. ഓക്കെ, മ്യൂ. മൊബിലിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ മ്യൂ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ഓമിക് റെസിസ്റ്റൻസ്. നമ്മൾ പഠിച്ചതാണ് റെസിസ്റ്റേഴ്സ് എല്ലാ കണ്ടക്ടേഴ്സിനും ഓംസ് ലോ, അല്ലെങ്കിൽ എല്ലാവരും ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ വിയും ഐയും കൂടി വരച്ച് കഴിയുമ്പോൾ ആ ഗ്രാഫ് ലീനിയർ അല്ലാതെയൊക്കെ ആയി പോകുന്ന കേസുകളല്ലാണ് നമ്മളത് നോൺ ഓമിക് ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് ആണ് എന്ന് പറയുന്നത്. സോ അത്തരം കേസിൽ ഇതിൽ ഏതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുക? നമ്മളത് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് സെമി കണ്ടക്ടേഴ്സോ അല്ലെങ്കിൽ ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ് തുടങ്ങിയ ആൾക്കാരാണ് ഈ നോൺ ഓമിക് റെസിസ്റ്റൻസ് കാണിക്കുക. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഓപ്ഷൻ ഡി ഡയോഡ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാൻ പറ്റും കേട്ടോ. ഓപ്ഷൻ ഡി ഡയോഡ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാൻ പറ്റും. ആൻസർ അവിടെ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഓപ്ഷൻ ഡി ഡയോഡ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ അത് ഞാൻ അവിടെ നിന്ന് എറേസ് ചെയ്യാൻ പറ്റിയില്ല, ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ആയിപ്പോയി. ഇതായിരുന്നു ആദ്യം വരേണ്ടിയിരുന്ന സ്ലൈഡ്. ഓക്കെ, ദ യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസസ്. യൂണിറ്റ്, കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? അതെ, നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാല് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് അല്ലേ? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് ആയിരിക്കും വരിക. പക്ഷെ ഓം ഇൻവേഴ്സ് ഉണ്ടോ നമ്മുടെ ഓപ്ഷൻസിലുണ്ടോ? ഇല്ല. ഓം ഇൻവേഴ്സിനെ നമുക്ക് എന്തെന്നും വിളിക്കാം? സീമെൻസ് എന്നും വിളിക്കാം. നമ്മൾ പഠിച്ചതാണ്, സീമെൻസ് എന്നും വിളിക്കാം. സോ സീമെൻ is the option B is the right answer. Siemens is the unit of conductance. Okay, another unit of conductance. Okay, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? കറന്റ് ഡെൻസിറ്റി ഈസ് എ ഡാഷ്. കറന്റ് ഡെൻസിറ്റി നമ്മൾ പഠിച്ചതാണ് അല്ലെ? ജെ അല്ലെ? ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് പെർ യൂണിറ്റ് ഏരിയ ആണ് ജെ എന്ന് പറയുന്നത്. അതൊരു എന്താണെന്നാണ് ചോദിക്കുന്നത്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ, വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ, അല്ലെങ്കിൽ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ആണോ, അതല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആണോ?
നമുക്കറിയാം കറണ്ട് ഒരു സ്കെയിലാർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഏരിയ ഇസ് അഗൈൻ വെക്റ്റർ. എന്തായാലും കറണ്ട് ഡെൻസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓംസ് ലോ വെക്റ്റർ ഫോമിലേക്ക് എഴുതുമ്പോൾ കറണ്ട് ഡെൻസിറ്റി ഉൾപ്പെടുത്തി എഴുതുന്നത് അല്ലേ. കറണ്ട് ഡെൻസിറ്റി J = സിഗ്മ E എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. സോ ഒബിയസ്ലി നമുക്ക് പറയാം കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി, കറണ്ട് ഡെൻസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് the opposition offered by the electrolyte of the cell to the flow of current through itself. The opposition offered by the electrolyte of the cell to the flow of current through itself. അതായത് ഒരു ഇലക്ട്രോലൈറ്റ്, ഒരു സെല്ലിലുള്ള ഇലക്ട്രോലൈറ്റ് അതിലൂടെ ഒഴുകുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നു. ആ ഒപ്പോസിഷൻ അവരിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഇന്റേണലി ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ് അല്ലെ. അപ്പൊ ഏതായിരിക്കും വരിക? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആയിരിക്കോ, ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിരിക്കോ, നോൺ റെസിസ്റ്റൻസ് ആയിരിക്കോ, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആയിരിക്കോ? ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിരിക്കും അല്ലെ. ഇന്റേണൽ റെസിസ്റ്റൻസ് R അല്ലെ. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിരിക്കും അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, when a piece of aluminum wire of finite length is drawn, ശ്രദ്ധിച്ചു വായിക്കുക. when a piece of aluminum wire of finite length is drawn through a series of dies to reduce its diameter. അപ്പൊ ഡയമീറ്റർ റെഡ്യൂസ് ചെയ്യാണ് ഒരു അലൂമിനിയം വയറിന്റെ. ഓക്കെ, എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്? ടു ഹാഫ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. അതിന്റെ ഒറിജിനൽ ലെങ്തിനെക്കാട്ടിലും ഒരു പകുതിയോളം എന്ത് ചെയ്തു? കുറച്ചു. അങ്ങനെയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? പുതിയ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം വരിക. എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ അറ്റൻഡ് ചെയ്യുക? യെസ്, ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. എങ്ങനെയായിരിക്കും നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് ഹാഫ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിലോട്ടൊരു ഇക്വേഷൻ വരും. എന്താണത്? R = ρL/A എന്നൊരു ഇക്വേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലെ. വരും. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഏത് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ρL/πr² എന്നും എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന റേഡിയസ് അല്ല, പറഞ്ഞ ഡയമീറ്ററുമായിട്ടുള്ള അതിന്റെ ഡിപ്പെൻഡൻസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ റേഡിയസിനെ ഡയമീറ്ററിന്റെ ടേംസിലോട്ട് എഴുതണം. എങ്ങനെ എഴുതാം? റേഡിയസിനെ നമുക്ക് എങ്ങനെ ഡയമീറ്ററിന്റെ ടേംസിൽ എഴുതാം? റേഡിയസിനെ d/2 എന്ന് എഴുതിക്കൂടെ? ഡയമീറ്റർ by 2 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, സോ റെസിസ്റ്റൻസ് is equal to RL/πd/2 the whole square അല്ലെ. πd/2 the whole square. അങ്ങനെയാണെങ്കിൽ ρL/ എന്ത് വരും? πd²/4 എന്ന് വരും. അതായത് 4ρL/πd² എന്നായിരിക്കും റെസിസ്റ്റൻസ് വരിക. ഒറിജിനലി റെസിസ്റ്റൻസ് വരിക. അതായത് സാധാ ഒരു ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള അലൂമിനിയം വയറിന്റെ കേസിൽ അതിന്റെ റെസിസ്റ്റൻസ് എങ്ങനെയാ വരിക? റെസിസ്റ്റൻസ് R എങ്ങനെ എഴുതാം നമുക്ക്? R = 4ρL/πd². ഓക്കെ, ഇതാണ് ഇക്വേഷൻ 1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, when the length of the wire is halved. ഓക്കെ, അല്ല, when the diameter is halved. അപ്പം when diameter is halved, അപ്പൊ പുതിയ ഡയമീറ്റർ എങ്ങനെ ആയിരിക്കും വരിക? D' ആയിരിക്കും പുതിയ ഡയമീറ്റർ അല്ലെ. അപ്പൊ ഈ D' എന്ന് പറയുന്നത് പഴയ ഡയമീറ്ററിനെ കാട്ടി പകുതിയേ വരുന്നുള്ളൂ അല്ലെ. അതായത് അവിടെ ഏരിയ കുറയുന്നു. ഡയമീറ്റർ കുറയുന്നു. ഡയമീറ്റർ പകുതിയാകുമ്പോൾ അതിനനുസരിച്ച് ഏരിയയും കുറയല്ലോ. യെസ്, ഡയമീറ്റർ പകുതിയാകുമ്പോൾ ലെങ്ത് അവിടെ എന്താകും? പുതിയ ലെങ്ത് ഡബിൾ ആകും. കാരണം നമുക്കറിയാം എന്താണ് ഡയമെൻഷൻസ്, വോളിയം മാറുന്നില്ല വസ്തുവിന്റെ. അപ്പൊ അതിന്റെ ഡയമീറ്റർ പകുതിയാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലെങ്തിലും എന്ത് സംഭവിക്കും? അതിന്റെ ലെങ്തില് എന്തുണ്ടാവും? ഡബിൾ ആയിരിക്കും. ലെങ്ത് ഡബിൾ ആകും. അങ്ങനെയാണെങ്കിൽ പുതിയ റെസിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ നോക്കാം? R' = ρL' എന്താണ്? ഓൾറെഡി 4 അവിടെ ഉണ്ടല്ലേ. 4ρL'/πd² എന്ന് വരും അല്ലെ. d² എന്ന് വരും. സോ R' = 4 അവിടെ കിടക്കട്ടെ. ഇതൊക്കെ നമുക്ക് ഇനിഷ്യലി നമുക്കുള്ള കാര്യങ്ങളാണ് അല്ലെ. 4ρ നമുക്ക് അവിടെ തന്നെ ഇടാം. L' വരെ നമുക്ക് എന്ത് എഴുതാം? 2L എന്ന് എഴുതാം അല്ലെ. പൈ അവിടെ കിടക്കട്ടെ. D' പകരം നമുക്ക് അവിടെ d/2 the whole square എന്ന് എഴുതാം. d/2 the whole square എന്ന് എഴുതാം. ഓക്കെ,
അപ്പം ഞാൻ ഈ ഒരു ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. അപ്പം ആർ ഡാഷിനെ എനിക്ക് എങ്ങനെ എഴുതാം? 4 ഓക്കെ 2 റോ എൽ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഡി സ്ക്വയർ ബൈ എന്തെഴുതാം? 4 എന്ന് എഴുതാം അല്ലേ? ഡി സ്ക്വയർ ബൈ 4 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ഈ ഇക്വേഷൻ മാറും? ഈ 4നെ ഞാൻ മേളിലേക്ക് എടുക്കൂലേ? 4നെ അപ്പോൾ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞപ്പോൾ ഒന്ന് മാറിപ്പോയി. എന്താണെന്നറിയാമോ? ഡയമീറ്റർ d/2 ആകും, ഹാഫ് ആകും. അതിനർത്ഥം ഏരിയ എന്തായി മാറും? അപ്പോൾ ഏരിയ എങ്ങനെയായി മാറും? സോ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ പുതിയ ഏരിയ പൈ എന്താവും? d/2 ദ ഹോൾ സ്ക്വയർ എന്നാവും അല്ലേ? അതായത് പുതിയ ഏരിയ എന്ന് പറയുന്നത് പഴയ ഏരിയനെ കാട്ടി 4 1/4 ആയിട്ട് എന്ത് ചെയ്യും? 1/4 ആയിട്ടാണ് കുറയുന്നത് അല്ലേ? 1/4 ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കുറയുന്നത്. അപ്പോൾ ഡി സ്ക്വയർ ബൈ 4. അപ്പോൾ പഴയ ഏരിയ എ ആണെങ്കിൽ എനെ കാട്ടി 4 ടൈംസ് കുറയും ഏരിയ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് എങ്ങനെയായിട്ട് മാറും? ഞാൻ ഒന്നുകൂടി പറയാം, ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വന്നു. ആ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, അതുവരെ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കേസ് എന്ന് വെച്ചാൽ പുതിയ ഡയമീറ്ററിൻ്റെ കേസാണ്. പുതിയ ഡയമീറ്റർ പകുതിയായി അല്ലേ? മറ്റേതിനെക്കാട്ടി പകുതിയായി. അപ്പോൾ പുതിയ ഏരിയ എങ്ങനെയായിരിക്കും മാറുക? പുതിയ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരിക? യെസ്, പുതിയ ഏരിയ എന്ന് പറയുന്നത് പഴയ ഏരിയ ഇതിനെക്കാട്ടി എങ്ങനെ മാറും എന്ന് നോക്കാം. സോ പൈ ആർ സ്ക്വയർ ആയിരിക്കും വരിക. പൈ ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, when a piece of aluminum wire of finite length is drawn through a series of dies to reduce its diameter to half its original value. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു അലൂമിനിയം വയറുണ്ട്, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താക്കി? റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ? അതിന്റെ ലെങ്ത് അല്ല റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഡയമീറ്റർ റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ഹാഫ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ലെങ്തും ഡയമീറ്ററും റെസിസ്റ്റൻസും ഒക്കെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഏത് ഇക്വേഷൻ ആണ് വരേണ്ടത്? യെസ്, ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഇല്ലേ? അതാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നോക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ, ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഇനി നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഡയാമീറ്ററിൽ ഒരു മാറ്റമുണ്ട്. പുതിയ ഡയാമീറ്റർ എന്ന് പറയുന്നത് പഴയ ഡയാമീറ്ററിനേക്കാളും പകുതിയാണ്. ഓക്കെ, അപ്പൊ ഡയമീറ്റർ മാറുമ്പോൾ ഉറപ്പായിട്ട് ഏരിയ മാറുമല്ലോ. അങ്ങനെയാണെങ്കിൽ പുതിയ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? പുതിയ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? പൈ ആർ സ്ക്വയർ ആയിരിക്കും അല്ലെ? പൈ ആർ ഡാഷ് സ്ക്വയർ അല്ലെ? പൈ ആർ ഡാഷ് സ്ക്വയർ ആയിരിക്കും. പുതിയ റേഡിയസ് അല്ലേ? പക്ഷെ നമുക്കിപ്പോൾ റേഡിയസിന്റെ ടേംസിലല്ലോ, ഡയമീറ്ററിന്റെ ടേംസിലല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡയമീറ്ററിന്റെ ടേംസിൽ അങ്ങ് എഴുതിയാലോ? അപ്പൊ ഏരിയ എ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്ററിന്റെ ടേംസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ പൈ ഡി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, പൈ ഡി സ്ക്വയർ ഡി ഡാഷ് സ്ക്വയർ. ഓക്കെ, പൈ ഡി ഡാഷ് സ്ക്വയർ ബൈ 2. ഓക്കെ, ഒറിജിനൽ ഏരിയ ആദ്യം അത് എഴുതാം. ഓക്കെ, ഒറിജിനൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? പൈ ഡി സ്ക്വയർ ബൈ 4 ആണ് അല്ലെ? പൈ ഡി സ്ക്വയർ ബൈ 4 അല്ലേ ഒറിജിനൽ ഏരിയ വരുന്നത് അല്ലെ? കാരണം പൈ ആർ സ്ക്വയർ ആണ്. ആറിനെ നമുക്ക് d/2 എന്ന് എഴുതാം അല്ലെ? ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ d/2 ആണ്. അപ്പൊ ഏരിയനെ നമുക്ക് ഒന്നുകിൽ പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ പൈ d/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ പൈ ഡി സ്ക്വയർ ബൈ 4 ആണ് ഏരിയ വരിക. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. പക്ഷെ നമുക്ക് വേണ്ടത് പുതിയ ഏരിയ എങ്ങനെ മാറും? അപ്പോൾ പുതിയ ഏരിയ എങ്ങനെ മാറും? അപ്പോൾ പൈ ഡി ഡാഷ് സ്ക്വയർ ബൈ 4 എന്നായിരിക്കും പുതിയ ഏരിയ വരിക. പക്ഷെ നമുക്കറിയാം ഡി ഡാഷ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ d/2 ആണ് അല്ലെ? d/2 ആണ്. d/2 ദ ഹോൾ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ പുതിയ ഏരിയ എത്രയായിരിക്കും വരിക? പുതിയ ഏരിയ എന്ന് പറയുന്നത് പൈ ബൈ 4 അവിടെ കിടക്കട്ടെ, പിന്നെ ഡി സ്ക്വയർ ബൈ 4 എന്ന് വരും അല്ലെ? ഡി സ്ക്വയർ ബൈ 4 എന്ന് വരും. പക്ഷെ നമുക്കറിയാം പൈ ബൈ 4 ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാ? പൈ ബൈ 4 ഡി സ്ക്വയർ എന്ന് വെച്ചാൽ നമ്മുടെ ഏരിയ തന്നെ അല്ലേ? അപ്പൊ പുതിയ ഏരിയ എന്ന് പറയുന്നത് പഴയ ഏരിയക്കാളും 1/4 ടൈംസ് കുറഞ്ഞു. അതായത് ഡയാമീറ്റർ പകുതിയാക്കിയപ്പോൾ ഏരിയ എങ്ങനെയാക്കി? 1/4 ആയിട്ട് കുറഞ്ഞു. 1/4 ആയിട്ട് കുറഞ്ഞു. അപ്പൊ പുതിയ ഏരിയ 1/4 ആയിട്ട് കുറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ,
ഒരു കണ്ടക്ടറിന് ഒരു ലെങ്ത് ഉണ്ടായിരുന്നു, ഒരു ഏരിയ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഏരിയ 1/4 ആയിട്ട് കുറഞ്ഞെങ്കിൽ ഉറപ്പായും ലെങ്ത് എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? 4 ടൈംസ് കൂടും അല്ലെ? അങ്ങനെയല്ലേ വേണ്ടത്? അതായത് വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ വെച്ചേക്കണം. അപ്പൊ ഏരിയ കുറയുവാണെങ്കിൽ അതിനനുസരിച്ച് ലെങ്ത് കൂടണം, എന്നാലല്ലേ ആ വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ പുതിയ ഏരിയ എന്ന് പറയുന്നത് A/4, പുതിയ ലെങ്ത് അപ്പൊ എന്തായിരിക്കും? 4L ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ റെസിസ്റ്റൻസിനെ ഒന്ന് കണ്ടുപിടിച്ചാലോ? R' is equal to rho L' എന്ന് വരും അല്ലെ? അപ്പോ L' പകരം നമുക്ക് ആരെ എഴുതാം? 4L എന്ന് എഴുതാം അല്ലെ? A' പകരം ആരെ എഴുതാം? A/4 എന്ന് എഴുതാം. ഈ 4നെ മേളിലേക്ക് കൊണ്ടുപോയാൽ 4 × 4 അല്ലെ? 4 × 4 rho L/A എന്ന് വരും അല്ലെ? അതായത് പുതിയ റെസിസ്റ്റൻസ് 16 ടൈംസ് ആണ് rho L/A. rho L/A എന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ റെസിസ്റ്റൻസ്. അപ്പൊ ഒറിജിനൽ റെസിസ്റ്റൻസിനെ കാട്ടി 16 ടൈംസ് അധികമാവും ആര്? പുതിയ റെസിസ്റ്റൻസ്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? 16 ടൈംസ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും അല്ലെ? കാരണം ഡയാമീറ്റർ വെച്ചിട്ട് വന്നതുകൊണ്ട് നമ്മൾ അത് ശരിക്കും കൺഫ്യൂസ് ചെയ്യിക്കും. കാരണം ഒരു 2 അവിടെ എക്സ്ട്രാ വരുന്നുണ്ട്, അപ്പൊ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. ഒന്നുകൂടി പറയാം, പുതിയ ഡയാമീറ്റർ പഴയ ഡയാമീറ്ററിനെ കാട്ടി പകുതിയാവും. ഓക്കെ, അപ്പോൾ ഏരിയ, നോർമൽ ഏരിയ, സാധാ ഏരിയ എന്തായിരിക്കും? πd²/4 ആയിരിക്കും. അപ്പൊ അത്രയും സാധാ നമ്മുടെ നോർമൽ ഏരിയ, ഒറിജിനൽ ഏരിയയാണ്. ഇനി പുതിയ ഏരിയയിൽ എങ്ങനെ വരും? d²ന് പകരം നമ്മൾ d/2² എഴുതുക, പുതിയ ഡയമീറ്റർ. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ പുതിയ ഏരിയ നമുക്ക് കിട്ടുന്നത് പഴയ ഏരിയനെക്കാട്ടിലും 1/4 ടൈംസ് കുറവായിട്ടാണ്, റെഡ്യൂസ് ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ പുതിയ ലെങ്തും മാറും. ഓക്കെ, ഏരിയ മാറുമ്പോൾ ലെങ്തും മാറും. ലെങ്ത് അപ്പൊ ഇൻക്രീസ് ചെയ്യും by 4 ടൈംസ്. അപ്പൊ നമുക്ക് ഈ പുതിയ ഏരിയയും പുതിയ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ പോയി നമ്മുടെ ഇക്വേഷനിലോട്ട് ഇടാം. പുതിയ റെസിസ്റ്റൻസ്, ന്യൂ റെസിസ്റ്റൻസ് R' എന്ന് പറയുന്നത് rho L'/A' ആണ്. L' പകരം 4L-ഉം A' പകരം A/4-ഉം നമ്മൾ എഴുതും. A/4നെ 4 എന്ന് പറഞ്ഞ ഡിനോമിനേറ്ററിലുള്ള ആളാണ്, ഡിനോമിനേറ്ററിലുള്ള ആളാണ്. സോ അയാളെ നമുക്ക് മേളിലേക്ക് എടുക്കാം. സോ അത് 4 × 4 ആവും, 16 ആവും. ബാക്കി rho L/A നോക്കിക്കേ. rho L/A എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? R അല്ലേ? സോ 16 × R ആണ് അവിടുത്തെ R' എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 16 ടൈംസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശരിക്കും ആലോചിച്ച് എഴുതുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ത്രൂ എ സെമി കണ്ടക്ടർ ആൻ ഇലക്ട്രിക് കറണ്ട് ഇസ് ഡ്യൂ ടു ദ ഡ്രിഫ്റ്റ് ഓഫ് ഡാഷ്. ഒരു സെമി കണ്ടക്ടറിൽ ഒരു ഇലക്ട്രിക് കറണ്ട് എന്തായിരിക്കും? ഒരു സെമി കണ്ടക്ടറിൽ ഇലക്ട്രിക് കറണ്ട് എന്ത് കാരണമായിരിക്കും ഉണ്ടാവുക? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും കാരണമാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കണ്ടക്ടേഴ്സ് പോലെയല്ല, സെമി കണ്ടക്ടേഴ്സിൽ എന്താണ്? പോസിറ്റീവ് ചാർജും ഉണ്ട്, ഇലക്ട്രോൺസും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ട്രോൺസിന്റെ വേക്കൻസി കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഹോൾസും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ കറണ്ട് ഉണ്ടാകുന്നത്. സോ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആണ് സെമി കണ്ടക്ടറിന്റെ കേസിൽ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടുത്തെ ചാർജ് കാരിയേഴ്സ് അവരാണ്. ഓക്കെ, ചാർജ് കാരിയേഴ്സ്, സെമി കണ്ടക്ടറിലുള്ള ചാർജ് കാരിയേഴ്സ് ആരാണ്? ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ മോഷൻ കോൾഡ്? കണ്ടോ, ചാർജസ് ഇൻ മോഷൻ. ചാർജസ് ഇൻ മോഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അതിന്റെയും ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ടായി, ആൻസർ തന്നിട്ടുണ്ടായി. എന്താണ് ചാർജസ് ഇൻ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ചാർജസ് ഇൻ മോഷൻ. അതെ, ചലിക്കുന്ന ചാർജുകളുടെ പഠനം എന്താണ്? അത് കറണ്ട് ഇലക്ട്രിസിറ്റി ആണല്ലോ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണോ? അല്ല, അത് റെസ്റ്റിലിരിക്കുന്ന ചാർജ്, സ്റ്റേഷനറി ചാർജസിന്റെ പഠനത്തെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ചാർജ് മൊബിലിറ്റി ആണോ? മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ചാർജിന്റെ മൂവ്മെന്റിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ? പിന്നെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ചാർജസിന്റെ ആണ്. അതുപോലെ ഇലക്ട്രോണിക് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ ചലനം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കുക. ഗീവ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാസിംഗ് ത്രൂ എ വയർ പെർ മിനിറ്റ്. ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഈസ് 500 milliampere. കറണ്ട് തന്നിട്ടുണ്ട്. എത്രയാണ് കറണ്ട് തന്നേക്കുന്നത്? കറണ്ട് തന്നേക്കുന്നത് എത്രയാണ്? 500 milliampere ആണ് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇവിടെ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും പാസ് ചെയ്യാന്നുള്ളത്. ആൻഡ് ഇവിടെ ടൈം തന്നിട്ടുണ്ട് അല്ലെ? പെർ മിനിറ്റിലാണ്
എത്ര ടൈമിലാണ് പെർ മിനിറ്റിൽ ട്രാവൽ ചെയ്യുന്ന ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ടി എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? യെസ്, നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളൊരു ഇക്വേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. I is equal to NE/T അല്ലെ? I is equal to Q/T അല്ലെങ്കിൽ I is equal to NE/T. അതിൽ I എന്ന് വെച്ചാൽ എന്താണ്? 500 മില്ലി ആംപിയർ ആണ്. 500 മില്ലി ആംപിയറിനെ എങ്ങനെ ആംപിയറിലോട്ട് കൺവേർട്ട് ചെയ്യാം? 500 × 10⁻³ അതായത് 0.5 എന്ന് എഴുതാം അല്ലെ? 0.5. അപ്പൊ നമുക്ക് കറണ്ട് കിട്ടി 0.5 is equal to N നമുക്ക് അറിയില്ല, ഈ നമുക്കറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁻19 അല്ലെ? ഡിവൈഡഡ് ബൈ ടൈം. ടൈം 1 മിനിറ്റ് ആണ് തന്നേക്കുന്നത്. 1 മിനിറ്റിന് നമ്മൾ സെക്കൻഡ്സിലോട്ട് ആക്കുമ്പോൾ 60 സെക്കൻഡ്സ് ആവും അല്ലെ? അപ്പൊ 60 ആയി അല്ലെ? 60 ആയി. ഇത്രയും കാര്യം അറിയാലോ. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യും? 1.5 നമുക്ക് 1/2 എന്ന് എഴുതാം. 60 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ × 60 ഇവിടെ വരും. ഇവിടെ N × 1.6 × 10⁻⁻19 ആണ് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ഇത് ക്യാൻസൽ ചെയ്ത് 30 എന്നാവും. സോ അടുത്തതിൽ നമുക്ക് N is equal to 30/1.6 × 10⁻⁻19 വരും. അപ്പോൾ 30/1.6 ചെയ്യുക, 10⁻⁻19 മുകളിലേക്ക് പോകുമ്പോൾ 10⁻⁹ എന്നാകും. അപ്പോൾ പോസിബിളി ഇതിൽ ഏത് ആൻസർ ആയിരിക്കും വരിക? നമുക്ക് ഏകദേശം ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1.875 × 10⁻20 ഇലക്ട്രോൺസ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, 10⁻20 ഇലക്ട്രോൺസ് ആണ് കിട്ടുക. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. 1 within 1 സ്റ്റെപ്പ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് അല്ലെ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 12th ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ എ സർക്യൂട്ട്? ഒരു സർക്യൂട്ട്, നമ്മളിപ്പോൾ ത്രൂ ഔട്ട് സർക്യൂട്ടിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ സർക്യൂട്ട് പറയുമ്പോഴൊക്കെ നമ്മൾ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ കേസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് കറണ്ടാണ് നമ്മൾ ഈ പറയുന്നത്? നമ്മൾ എപ്പോഴും കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഏത് കറണ്ടിനാണ് കൂടുതൽ റെഫർ ചെയ്യുന്നത്? സ്റ്റാറ്റിക് കറണ്ട് ആണോ, കൺവെൻഷണൽ കറണ്ട് ആണോ, ഇലക്ട്രോണിക് കറണ്ട് ആണോ, പൊട്ടൻഷ്യൽ കറണ്ട് ആണോ? ഇതിലേതായിരിക്കും നമ്മൾ കൂടുതലും നമ്മൾ ഈ കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നുകൊണ്ട് പറയുന്നത്? അത് തന്നെ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാറ്റിക് കറണ്ട്. സ്റ്റാറ്റിക് കറണ്ട് എന്ന് വെച്ചാൽ എന്താ? സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക്സ് ചാർജുകൾ സ്റ്റേഷനറി ആയിട്ട്, അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് കറണ്ട് ഉണ്ടാവുമോ? അങ്ങ് ആ പേരിൽ തന്നെ പ്രശ്നമുണ്ട്. സോ അത് നമുക്ക് ഒഴിവാക്കാം. അടുത്ത കൺവെൻഷണൽ കറണ്ട്. എന്താണ് ഈ കൺവെൻഷണൽ കറണ്ട്? നമ്മൾ പരമ്പരാഗതമായിട്ട് പറഞ്ഞു വരുന്നൊരു കറണ്ട്. അതായത് നമ്മൾ എപ്പോഴും കറണ്ടിനെ പറയുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോൺ ഫ്ലോ കാരണമാണ് കറണ്ട് ഉണ്ടാകുന്നത്. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഉണ്ടാകുന്നത്. ശരിയാണ്. ഓക്കെ, പക്ഷേ നമ്മൾ കൺവെൻഷണൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺലി നമ്മൾ റെഫർ ചെയ്യുന്നത്, അത് നമ്മൾ പൊട്ടൻഷ്യൽ പഠിക്കാനാവട്ടെ, ഇലക്ട്രിക് ഫീൽഡ് പഠിക്കാനാവട്ടെ, ഏത് പഠിക്കാനായാലും നമ്മൾ അവിടെ ഒരു പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും പഠിക്കുന്നത് അല്ലെ? കൺവെൻഷണൽ കറണ്ട് ചാർജ് ഫ്ലോ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോണിന്റെ ഫ്ലോ എന്നല്ല കൂടുതലും പറയുന്നത്. കറണ്ടിനെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ചാർജ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ? ബേസിക്കലി അവിടെ ആ ചാർജിനെ നമ്മൾ ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പൊ അത്തരം ചാർജ് ഫ്ലോ, പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോ വെച്ചിട്ട് പറയുന്ന കറണ്ടിനെയാണ് ഈ കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഇലക്ട്രോണിക് കറണ്ട്, നമ്മുടെ ഇലക്ട്രോൺസ് ഫ്ലോ കാരണം ഉണ്ടാകുന്ന കറണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോന്റെ ബേസിസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു വരുന്ന കറണ്ട്. പിന്നെ വരുന്നതാണ് പൊട്ടൻഷ്യൽ കറണ്ട്. പൊട്ടൻഷ്യൽ കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കറണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ആ ഓപ്ഷൻസ് എല്ലാം പോയി. ഇനി നമുക്ക് ഉള്ളത് ഈ 2 ഓപ്ഷൻസ് ആണ്. ഇതിലേതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? നമുക്ക് തോന്നും ഇലക്ട്രോണിക് കറണ്ട് ആണെന്ന്. ആക്ച്വലി നമ്മൾ ഇലക്ട്രോൺസിന്റെ ഫ്ലോ കാരണമാണ് കറണ്ട് ഉണ്ടാകുന്നതെങ്കിലും കൂടുതലും നമ്മൾ എന്താ പറയുന്നത്, പറയാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ നമ്മളൊരു പോസിറ്റീവ് ചാർജിനെ വെച്ചിട്ടാണ്, അതിന്റെ ഫ്ലോ വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൺവെൻഷനലി നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് ഏതാണ്? ഒരു സർക്യൂട്ടിൽ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കാനോ എന്തിനായാലും നമ്മൾ കറണ്ട് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് കൺവെൻഷണൽ കറണ്ട് ആണ്. സോ ഇറ്റ് ഈസ് ദ കൺവെൻഷണൽ കറണ്ട് ദാറ്റ് ഈസ് റെഫേർഡ് ടു ഹിയർ ഇൻ ദ ഫ്ലോയിങ് ഓഫ് എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് യൂഷ്വലി കൺവെൻഷണൽ കറണ്ട് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇലക്ട്രോൺസിന്റെ ഫ്ലോ കാരണം തന്നെയാണ് കറണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നിരുന്നാൽ പോലും നമ്മൾ കൺവെൻഷനലി പറയുമ്പോൾ ഒരു പോസിറ്റീവ് ചാർജിന്റെ മൂവ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ കറണ്ടിനെ കൂടുതലും ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ചാർജ് ഫ്ലോ അല്ലെ, പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നോക്കാനുണ്ട്. അപ്പോൾ ഫർദർ നമ്മൾ ഒരു ഈ കറണ്ട് ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ ക്ലബ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, കമ്മിങ് സെഷൻസിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുകയാണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ, നന്നായി പഠിക്കുക. താങ്ക് യു.